ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മുടെ പൈത്തൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൻ്റെ അകത്തെ പ്രിൻ്റ് ഫംഗ്ഷനും പിന്നെ വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടൊരു പൈത്തൺ പ്രോഗ്രാം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ പ്രിൻറ്റിനെ കുറിച്ച് പഠിക്കാം. ഈ പ്രിൻ്റ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഡിസ്പ്ലേയിൽ വാല്യൂസ് കാണിക്കാൻ വേണ്ടിയാണ്. എന്ന് പറയുമ്പം നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും വാല്യൂസോ എന്തെങ്കിലും ഡാറ്റയോ ഇൻഫർമേഷനോ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഫംഗ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും കൊടുക്കാം. മൈ നെയിം ഈസ് റൊണാൾഡോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ മൈ നെയിം ഈസ് റൊണാൾഡോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ നമ്പേഴ്സാണ് പ്രിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിൾ കോഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. പ്രിൻറ്റ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100 പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻ്റ് തന്നെ മൾട്ടിപ്പിൾ ലൈൻസിൽ കൊടുക്കാം. ഇപ്പം ആദ്യത്തെ ലൈനിൽ നമ്മൾ പ്രിൻ്റ് 100 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലൈനിൽ നമുക്ക് വേറെ ഒരു ഇത് കൊടുക്കാം. പ്രിൻ്റ് മൈ നെയിം ഈസ് റൊണാൾഡോ. റൺ ചെയ്ത് നോക്കാം. അപ്പം എന്നാ കണ്ടോ, 2 ലൈനിൽ വന്നത്. ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ പൈത്തൺ എപ്പോഴും ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. ആദ്യത്തെ ലൈൻ എടുക്കും, എന്നിട്ട് അതെടുത്തിട്ടാണ് അടുത്ത ലൈൻ നോക്കുന്നത്. അപ്പം ഇവിടെ ആദ്യമേ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം ഈ 100 എന്നുള്ള നമ്പർ പ്രിൻ്റായി. ഇനി അടുത്തത് വന്നിട്ട് ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, മൈ നെയിം ഈസ് റൊണാൾഡോ. അപ്പോൾ ഇതും പ്രിൻ്റായി. ഇപ്പം നമ്മൾ ഈ ഡബിൾ കോഡ്സ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ അടിക്കുന്നതുണ്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഡബിൾ കോഡ്സിൽ വേണം കൊടുക്കാൻ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 3 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റൊണാൾഡോ എന്ന് പറഞ്ഞ പേര് 3 വട്ടം പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പം ഫ്യൂച്ചറിൽ എനിക്കിപ്പം ഈ പേര് മാറിയെന്ന് വിചാരിച്ചോ, എനിക്കിവിടെ മെസ്സി എന്നാ പേര് കൊടുക്കണ്ടേന്ന് വിചാരിച്ചോ. അപ്പോഴത്തേക്കും എനിക്ക് ഈ 3 ലൈനും ഇങ്ങനെ മാറ്റേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ പ്രിൻറ്റിൽ പോയി എനിക്ക് മെസ്സി എന്ന് ഇടേണ്ടി വരും. രണ്ടാമത്തെ ലൈനിൽ പോയി എനിക്കിവിടെ വീണ്ടും മെസ്സി എന്ന് ഇടേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ ലൈനിലും എനിക്ക് മെസ്സി എന്ന് ഇടേണ്ടി വരും. അപ്പം ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് വേരിയബിൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞാൽ വേരിയബിൾ ഒരു കണ്ടെയ്നറാണ് ആക്ച്വലി നമ്മുടെ ഇൻഫർമേഷൻ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. അത്രയും കുറച്ച് സിമ്പിളായിട്ട് അറിഞ്ഞാൽ മതി വേരിയബിളിനെ കുറിച്ച്. ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വേരിയബിളിൻ്റെ യൂസേജ്. ഇപ്പം നമ്മളിവിടെ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് എഴുതുന്ന. നെയിം ഫിസിക്കൽ ടു MESS ഡബിൾ കോഡ്സ് വേണം കൊടുക്കാൻ. MESSI മെസ്സി എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി പ്രിൻറ്റ്
ഇപ്പോൾ ഇവിടെ കണ്ടോ മെസ്സി എന്ന് പറഞ്ഞുള്ള വാല്യൂ വന്നത് ഫുള്ള്. ഇനി എനിക്കിപ്പം പേര് മാറ്റണം. എനിക്കിവിടെ റൊണാൾഡോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിയബിളിൻ്റെ നെയിം റൊണാൾഡോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഫുൾ എനിക്കിതാ വീണ്ടും കണ്ട റൊണാൾഡോ എന്ന് വന്നത്. അപ്പോൾ ഇതാണ് വേരിയബിളിൻ്റെ മെയിൻ യൂസേജ്. ഇനി ഈ വേരിയബിളിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ നെയിമിംഗ് റൂൾസൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പം ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് വേരിയബിൾ ഒരിക്കലും ഇതുപോലെ ഒരു നമ്പറിൽ തുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ കണ്ടോ ഞാൻ ആദ്യം ഒരു നമ്പർ കൊടുത്തത്. അപ്പോൾ അത് റോങ് ആണ്. നമുക്കൊരിക്കലും ഒരു വേരിയബിൾ ഫസ്റ്റ് നമുക്ക് നമ്പറിൽ തുടങ്ങാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് ഇപ്പുറത്തോട്ട് നെയിം 1 എന്നിട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. നമുക്ക് നമ്പർ വേണമെങ്കിൽ പിന്നിടാം. ഫസ്റ്റ് ലൈൻ എന്തായാലും ഫസ്റ്റ് വേർഡ് എന്തായാലും നമുക്ക് നമ്പർ ഇടാൻ പറ്റത്തില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു വേരിയബിളിൻ്റെ നെയിം. ഓക്കെ, ഇനി ഞാൻ സെക്കൻഡ് റൂള് പറഞ്ഞുതരാം. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർ മാത്രമേ വേരിയബിൾ നെയിമിൻ്റെ അകത്ത് അലൗഡ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നെയിം -, player at name. ഇപ്പോൾ ഇവിടെ കണ്ടോ നെയിം എറർ എന്നൊന്ന്. അപ്പം ഒരിക്കലും നമുക്ക് ഈ അറ്റ് അതുപോലത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹൈഫണും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ എറർ അടിക്കും. കണ്ടോ പ്ലെയർ -നെയിം എന്ന് പറഞ്ഞ് കൊടുത്തപ്പം എറർ വന്നത്. ഇതൊരിക്കലും പ്രിൻ്റ് ആവത്തില്ല. കണ്ടോ ഈ പ്ലെയർ നെയിം ഇത് നമ്മുടെ വേരിയബിളിൻ്റെ ഇത് തെറ്റിക്കുന്ന നെയിമിംഗ് റൂള്. ഇനി അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേരിയബിൾ എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ NAME നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. MESSI മെസ്സി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ് NAME നെയിം = MESSI മെസ്സി. അപ്പോൾ ഇത് രണ്ടും വേരിയബിൾ നെയിം സെയിം ആണ്. ബട്ട് ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തോ ഇവിടെ N എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ. അപ്പം പൈത്തൺ ഇതിനെ രണ്ടിനെ 2 വേരിയബിളായിട്ടാണ് എടുക്കുന്നത്. സെയിം വേരിയബിൾ നെയിം സെയിം ആണെങ്കിലും നമ്മുടെ ഇത് വേർഡിൻ്റെ ഇത് മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ സെയിം വേരിയബിളായിട്ട് എടുക്കത്തില്ല. കേസ് സെൻസിറ്റീവ് ആണ്, വേറെ വേരിയബിളായിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻ്റ് നെയിം, ഈ നെയിം നമുക്ക് മെസ്സി എന്ന് മാറ്റിയിട്ട് റൊണാൾഡോ എന്ന് കൊടുക്കാം. അപ്പം ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പ്രിൻ്റ് നമ്മൾ നെയിം എന്ന് പറഞ്ഞു കൊടുത്തപ്പം ഇത് കൊടുക്കാൻ നേരത്ത് റൺ കൊടുക്കുമ്പോൾ നമുക്കിത് നെയിം എന്ന് പറഞ്ഞു കൊടുത്ത വേരിയബിൾ മെസ്സി എന്ന് പറഞ്ഞു കൊടുത്തില്ല, അതേ വരത്തുള്ളൂ. ഇനി അടുത്ത ലൈനിൽ നമുക്ക് പ്രിൻ്റ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന നെയിം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ റൊണാൾഡോ എന്നത്. അപ്പോൾ ഇതാണ് വേരിയബിൾസിനെ പറ്റി പറയാനുള്ളത്. ഈ നമ്മുടെ നെയിമിംഗ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. എപ്പോഴും നമുക്ക് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി വേറൊരു റൂളും കൂടെ ഉണ്ട്, 4ാമത്തെ. അതെന്ന് പറയുന്നത് പൈത്തൻ്റെ അകത്ത് ഒരുപാട് കീവേഡ്സ് ഉണ്ട്. ഇഫ്, എൽസ്, അതുപോലെ ക്ലാസ്, അങ്ങനത്തെ ഒരുപാട് കീവേഡ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ വേരിയബിൾ നെയിം ഒരിക്കലും നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേരിയബിൾ നെയിം ക്ലാസ് = കണ്ടോ ഇതണക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പൈത്തൻ്റെ കീവേഡ്സാണ്. അതൊരിക്കലും നമ്മൾ വേരിയബിളിൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. if = കണ്ട എറർ അടിക്കുന്നത്.
ഇതൊന്നും നമുക്ക് വേരിയബിളിൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഞാൻ ആദ്യം കാണിച്ചൊരു പ്രോഗ്രാം നോക്കാം. നെയിം എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. മെസ്സി എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഏജ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിലോട്ട് 35 എന്ന് കൊടുക്കാം. ഇനി പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് വെൽക്കം ടു പൈത്തൺ. ഇനി അടുത്തതിൽ നമുക്ക് പ്രിൻ്റ് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. മൈ നെയിം ഇസ്. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത്. ഇനി നമ്മൾ ആ വേരിയബിളിനെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം ആ നെയിം. അപ്പോൾ വേരിയബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ ഈ നെയിം കണ്ടോ, ഈ നെയിം കഴിഞ്ഞ് നമ്മളൊരു കോമ എപ്പോഴും ഇടണം. കോമ ഇട്ടിട്ട് വേണം ആ വേരിയബിൾ നെയിം കൊടുക്കാൻ. പിന്നെ ME. ഇനി അടുത്ത പ്രിൻ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും 2 വാല്യൂസ് ആയിട്ടാണ് പൈത്തൺ മനസ്സിലാക്കുന്നത്. ഇപ്പം മൈ നെയിം ഇസ് അതിനൊരു വാല്യൂ, ഒരു ടെക്സ്റ്റ്. കോമ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടുത്ത വാല്യൂ നെയിമിനുള്ള. അതാണ് നമ്മളിവിടെ ഇടുന്നത്, മെസ്സി എന്ന് പറയുന്ന ഈ വാല്യൂ. ഓക്കെ. ഇനി അടുത്തത് പ്രിൻ്റ് മൈ ഏജ് ഈസ് കോമ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ വിത്ത് ഡീബഗ്. കണ്ടോ വന്നത്? വെൽക്കം ടു പൈത്തൺ, മൈ നെയിം ഇസ് മെസ്സി, മൈ ഏജ് ഇസ് 35. നമ്മളിവിടെ കൊടുത്ത അതേപോലെ തന്നെ വന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ്. അപ്പം നിങ്ങൾ ഈ കൺസെപ്റ്റ്സ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ഇരുത്തി പ്രോഗ്രാമിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ കോഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഒരു മിനിമം ഒരു 2 പ്രോഗ്രാം ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.